പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്ന വ്യക്തി കൃപയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെങ്കിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അതാണ് പ്രിയ സഹോദരൻ, ഞാൻ എന്ന വ്യക്തി കൃപയിൽ വന്നാൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 26-ാമത്തെ അധ്യായത്തിലെ 4-5 വാക്യങ്ങൾ. അവിടെ പറയാണ്, നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്നിട്ട് പറയാണ്, കാരണം അബ്രാഹാം, അതായത് ഇസ്ഹാക്കിനോടാണ് പറയുന്നത്. കാരണം ഇസ്ഹാക്കിൻ്റെ അപ്പച്ചനാണല്ലേ. അബ്രാഹാം എൻ്റെ സ്വരം കേൾക്കുകയും എൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു. അതായത് നമ്മൾ ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നത്, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു പക്ഷേ പൂർവികർക്ക് ചിലപ്പോൾ ഈശോയെ അറിയാനും ഈശോയെ സ്നേഹിക്കാനും അങ്ങനെ ഒരു പ്രമാണങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു ഉത്തമ ക്രൈസ്തവ ജീവിതം പാലിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനെന്ന വ്യക്തി അത് ആരംഭിക്കുകയാണെങ്കിൽ എൻ്റെ വരും തലമുറകൾ, അതാണ് അബ്രാഹാം ഇസ്ഹാക്കിനോട് പറയുന്നത്, അബ്രാഹാം എൻ്റെ കൽപ്പനകളും പാലവും. അപ്പം നോക്കിയ സഹോദരങ്ങളെ, വരും കാലങ്ങളിൽ നമ്മുടെ മക്കൾ പറയും, എൻ്റെ അപ്പൻ കൃപയിൽ ജീവിച്ചു, എൻ്റെ അമ്മ കൃപയിൽ ജീവിച്ചു, അതിൻ്റെ ഫലമായിട്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഒരു കാര്യം ഉറപ്പാണ് പ്രിയ സഹോദരങ്ങളെ, അതായത് കൃപയിലൂടെ നേടാത്തതെന്തും അനുഭവിക്കാൻ പറ്റില്ല. കൃപയിലൂടെ നേടാത്തതെന്തും, അത് വിദ്യാഭ്യാസമാണെങ്കിലും സമ്പത്താണെങ്കിലും അറിവാണെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ, കൃപയിലൂടെ നേടാത്തൊരു വസ്തുവാണോ നിൻ്റെ കയ്യിലുള്ളത്, നിനക്കത് സ്വീകരിക്കുക, നിനക്കത് അനുഭവിക്കുക അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വചനം, കർത്താവേ, ഞങ്ങൾക്ക് കൃപയിൽ അതുപോലെ തന്നെ അഭിഷേകത്തിൽ ദൈവകൽപ്പനകൾ കുറ്റമറ്റ വിധം പാലിച്ച് ജീവിക്കാൻ വേണ്ട ഒരു അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.